Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vocabulary. And Ashik Joy. As usual, let us begin with a prayer. Pater Noster, qui vis in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. അതിപ്രകാരമാണ്. ഒരു പ്രശസ്തനായിട്ടുള്ള പ്രിയപ്പെട്ട ഒരു വൈദികൻ പറയുന്നു, സ്വകാര്യ വെളിപാടുകൾ പ്രസംഗിക്കുന്നത് കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമാണ് എന്ന് ഈ വൈദികൻ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഈ അവതാരകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, അതുപോലെ പരിശുദ്ധ അമ്മ വിശുദ്ധ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകം, ഇങ്ങനെയുള്ളതൊക്കെ സഭ അംഗീകരിച്ചതാണോ? ഇതൊക്കെ നമ്മൾ പ്രഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ്. അതിനുത്തരമായിട്ട് ഈ വൈദികൻ പറഞ്ഞു വരുമ്പോൾ എനിക്കതിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ്, നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് കുറച്ച് കോൺട്രഡിക്ഷൻസ് എനിക്ക് തോന്നി. അപ്പോൾ ആ കോൺട്രഡിക്ഷൻസും എൻ്റെ അഭിപ്രായവും ഞാൻ ഒരു അൽമായൻ എന്ന രീതിയിൽ പറയുകയാണ്. വചനപ്രഘോഷകൻ എന്ന രീതിയിലല്ല, ഞാൻ വചനപ്രഘോഷകനുമല്ല, സഭയിലൊരു അൽമായൻ എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: സ്വകാര്യ വെളിപാടുകൾ ഒരിക്കലും പ്രഘോഷിക്കരുത്, അത് പബ്ലിക്ലി നമ്മൾ സംസാരിക്കരുത്. സ്വകാര്യ വെളിപാടുകൾ നൽകപ്പെടുന്നത് ആർക്കാണ് ആ മെസ്സേജ് കിട്ടുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് എന്ന രീതിയിലാണ് അച്ഛൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ചില ചിന്തകളിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് അച്ഛനുള്ള മറുപടിയും അങ്ങനെയൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു മറുപടി തരണമെന്ന് തോന്നി. ഇത് എല്ലാവർക്കും കൂടിയുള്ള മറുപടിയാണ് കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ കരുണയുടെ അവസാന മണിക്കൂർ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇടുന്നുണ്ട്. സോ അവർക്ക് ഉള്ള ഒരു മറുപടി എന്നതിലുപരി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത് ഒരു മുൻവിധി ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്വകാര്യ വെളിപാട് പ്രഘോഷിക്കാനേ പാടില്ല, അത് കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റാണെന്നാണ് പറയണത്. ഒരിക്കലും നമ്മൾ പ്രഘോഷിക്കാൻ പാടില്ല കേട്ടോ. ആ വാക്ക് പ്രത്യേകം ഓർക്കണം, പ്രഘോഷിക്കാനേ പാടില്ല. അത് ഗുരുതരമായ തെറ്റും കടുത്ത അധാർമികതയും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട്ട് വരാം. നമ്പർ 1, ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ സഭയിലെ ഭക്തഭ്യാസങ്ങൾ നമ്മൾ നോക്കുക. ഉത്തിരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധമ്മ നൽകിയതാണ്. കൊന്ത ജപമാല വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധമ്മ നൽകിയതാണ്. തിരുഹൃദയ ഭക്തി വിശുദ്ധ മേരി അലോക്കിന് ഈശോ നൽകിയതാണ്. വിമല ഹൃദയ ഭക്തി ഫാത്തിമയിലെ 3 കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധമ്മ വിമല ഹൃദയ ഭക്തിയെ പറ്റി പഠിപ്പിച്ചു. വിശുദ്ധ ഔസപിതാവിനോടുള്ള നിർമ്മല ഹൃദയഭക്തി എഡ്സൺ ഗ്ലോബറിൻ്റെ അടുക്കലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ചില വിശുദ്ധർക്കൊക്കെ മാതാവ് ഈ ഔസപിതാവിനെ നിർമ്മല ഹൃദയ ഭക്തിയെ പറ്റി പഠിപ്പിക്കുന്നു. തിരുമുഖ ഭക്തി, കാരണം കൊന്ത വിശുദ്ധ ഫൗസ്റ്റീനിക്ക് ഈശോ കൊടുത്ത സ്വകാര്യ വെളിപാട്, കരുണയുടെ ഛായാചിത്രം. ഇത് വളരെ കുറവാട്ടോ. നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഡിവോഷൻസ് നമ്മുടെ മലയാളികൾക്ക് അറിയാതെ ഇഷ്ടംപോലെ ഉണ്ട്. ഗ്രീൻ സ്കാപ്പുലറുണ്ട്, ബ്ലൂ സ്കാപ്പുലറുണ്ട്, വൈറ്റ് സ്കാപ്പുലറുണ്ട്. ഇതെല്ലാം ഈശോ മാതാവ് ഓരോ വ്യക്തികൾക്കും കൊടുത്ത പ്രൈവറ്റ് റെവലേഷനാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം സ്വകാര്യ വെളിപാടുകളാണ്. അതായത് നമ്മളിപ്പോൾ ചൊല്ലുന്ന പരിശുദ്ധ ജപമാലയടക്കം സ്വകാര്യ വെളിപാടാണ്. പരിശുദ്ധ ജപമാല സ്വകാര്യ വെളിപാട്, തിരുരക്ത ജപമാല സ്വകാര്യ വെളിപാട്, കരുണക്കൊന്ത സ്വകാര്യ വെളിപാട്, ഉത്തിരീയം സ്വകാര്യ വെളിപാട്, മിറാക്ലസ് മെഡൽ സ്വകാര്യ വെളിപാട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: അപ്പോൾ ഒരു ബിഷപ്പ് പ്രസംഗിക്കുകയാണ് കുർബാന മധ്യേ, ജപമാല മാസമാണ്, ഇടവകളിലെല്ലാം ഈ മാസം ജപമാല ചൊല്ലണം. ബിഷപ്പ് കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റും ചെയ്തിരിക്കുന്നു. സ്വകാര്യ വെളിപാടിനെ ബിഷപ്പ് പ്രോത്സാഹിപ്പിച്ചു. ഒരു വൈദികൻ പറയാണ്, ഞാൻ എല്ലാ ദിവസവും ഒരു 5 ജപമാലയും ചൊല്ലുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനമേ, നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ ജപമാല ചൊല്ലണം. കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റിയും ഈ വൈദികൻ ചെയ്തിരിക്കുന്നു. സ്വകാര്യ വെളിപാടിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. ജൂലൈ 16 ഉത്തിരീയത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഒരു വൈദികൻ, ഒരു കർമ്മീത്ത വൈദികൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മേലങ്കിയാണ് ഉത്തിരീയം, നമ്മളത് ധരിക്കണം. അമ്മ പറഞ്ഞിട്ടുണ്ട് നിത്യനരകാഗ്നി നമ്മൾ പോവില്ല. കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റിയും വൈദികൻ ചെയ്തിരിക്കുന്നു. പരിശുദ്ധമ്മ 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട കഴിഞ്ഞ് അതേ നൂറ്റാണ്ടിൽ തന്നെ ജോൺ 22-ാമൻ പാപ്പയ്ക്ക് ദർശനം നൽകിയിട്ട് പറഞ്ഞു,
ശനിയാഴ്ച വരം എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട്. ശനിയാഴ്ച പരിശുദ്ധമ്മ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി ഈ സാബത്ത് ആൻഡ് പ്രിവിലേജ് ശനിയാഴ്ച വരം സ്വീകരിച്ചവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. ഇതറിഞ്ഞ കടുത്ത അധാർമികനും ഗുരുതരമായ തെറ്റും ചെയ്ത ജോൺ 22 പാപ്പ ചെയ്തത് എന്താണെന്നറിയോ? ഇത് പാപ്പൽ ബുള്ളാക്കി ഇറക്കിയിട്ട് അതൊരു നിയമമാക്കി ഇറക്കി, അതൊരു അറിയിപ്പാക്കിയിട്ട് ഇറക്കി. അങ്ങനെ സഭയിൽ ശനിയാഴ്ച വരം വന്നു. അങ്ങനെ കർമ്മലീത്തക്കാർക്ക് മാത്രമായിരുന്നു ഈ അധികാരം ഉണ്ടായിരുന്ന, വൈദികർക്ക്. അത് പിന്നീട് എന്ത് ചെയ്തു? എല്ലാ വൈദികർക്കും ഇത് പരികർമ്മം ചെയ്യാൻ എന്നുള്ള അനുമതി സഭ അനുവദിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഉത്തരീയത്തെപ്പറ്റി സംസാരിക്കുന്ന വൈദികൻ കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമാണ് ചെയ്യുന്നത്. തിരുഹൃദയ ഭക്തി, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ ഭക്തിയാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നു. അപ്പോൾ വിശുദ്ധ മേരി അലോക്കിനിടയ്ക്കൽ തിരുഹൃദയ ഭക്തിയെപ്പറ്റി പഠിപ്പിച്ച ഈശോ തിരുഹൃദയ തിരുനാളും ആഘോഷിക്കാൻ പറഞ്ഞു. ആ തിരുനാൾ കൊണ്ടുവന്ന മാർപ്പാപ്പ കടുത്ത അധാർമികനും ഗുരുതരമായ തെറ്റും ചെയ്ത വ്യക്തിയായിട്ട് മാറി. എന്താ അല്ലേ? വിമല ഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്ന വൈദികരും ബിഷപ്പുമാരെല്ലാവരും കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോയുടെ തിരുമുഖ ഭക്തി, കരുണയുടെ ഛായാചിത്രം, ഇതാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. നമ്മുടെ വീടുകളിൽ ഈ ഛായാചിത്രമില്ലാത്ത വീടുകളില്ല. 3 മണിക്ക് നമ്മൾ കരണക്കൊന്ത ചൊല്ലുന്നു. എന്തിനു പറയുന്നു? കണ്ണൂർ രൂപത, എൻ്റെ രൂപതയിൽ പോലും നമ്മൾ ലെൻഡ് സീസണിൽ നോമ്പ് കാലത്ത് 1-ാം തീയതി തൊട്ട് നോമ്പ് തീരുന്ന കാലം വരെ എല്ലാ ഇടവകളിലും കരണക്കൊന്ത ചൊല്ലുന്നുണ്ട്. ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച സ്വകാര്യ വെളിപാടിനെ പ്രോത്സാഹിപ്പിക്കുന്ന കണ്ണൂർ രൂപത എത്ര ഗുരുതരമായ തെറ്റും കടുത്ത അധാർമികതയും ചെയ്തിരിക്കുന്നു. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു വന്നത്, നിലവിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കാത്തലിക് ഡിവോഷൻസ് ആണ്. ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഒരുപാട് ഡിവോഷൻസ് നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇപ്പം നമുക്ക് ഡിവൈൻ മിനിസ്ട്രി, സ്ട്രീറ്റ് മിനിസ്ട്രി, തെരുവിൽ പോയിട്ട് കരുണയുടെ ഛായാചിത്രം വെച്ച് വചനം പ്രഘോഷിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അവരെന്താ പ്രഘോഷിക്കേണ്ടത്? ഒരു ദൈവമുണ്ട്, യേശുവാണ് ഏകരക്ഷകൻ, നിങ്ങൾ ഈ കർത്താവിൻ്റെ കരുണയിലോട്ട് വാ, വിശുദ്ധ ഫൗസ്റ്റീനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്യുന്നത് കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമാണെന്നാണ് ഈ വൈദികൻ പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തത് മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നമ്മൾ നോക്കാം. 1917 ഫാത്തിമയിൽ, പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ മാർപ്പാപ്പയോട് പറയണം റഷ്യയെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം വിത്ത് ഓൾ ദ ബിഷപ്സ്, അല്ലെങ്കിൽ റഷ്യ വഴി ലോകം മുഴുവൻ എറേഴ്സ് പടരും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കടുത്ത അധാർമികനും ഗുരുതരമായ തെറ്റും ചെയ്ത ജോൺ പോൾ 2 പാപ്പ ഈ പിള്ളേർ പറയണത് അങ്ങ് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തു? റഷ്യയെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ജോൺ പോൾ പാപ്പ തന്നെ വലിയ ദുർമാതൃക നൽകിയിരിക്കുന്നു. സ്വകാര്യ വെളിപാട് പ്രോത്സാഹിപ്പിച്ചു. 3 പിള്ളേർക്ക് അവിടെ ആരെങ്കിലും കൊടുത്തെന്ന് വെച്ച് പാപ്പ ഇത് പോയി കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ജോൺ പോൾ പാപ്പ കടുത്ത അധാർമികനും ഗുരുതരമായ തെറ്റും ചെയ്ത് മരിച്ച് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതേ ജോൺ പോൾ പാപ്പ തന്നെ കരുണയുടെ തിരുനാളും ആഘോഷിക്കാൻ വേണ്ടി സഭയോട് പറയണം. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച സ്വകാര്യ വെളിപാട് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആഘോഷകരമായിട്ട് ആഘോഷിക്കുന്നു മാത്രമല്ല, ആ ഞായറാഴ്ച സഭ ദണ്ഡവിമോചനം പോലും നമുക്ക് തരുന്നു. ആരാ തരുന്നത്? കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമാണ് സ്വകാര്യ വെളിപാടുകൾ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ അതേ വൈദികനുള്ള കത്തോലിക്ക സഭയാണ് ദണ്ഡവിമോചനം തരുന്നത്. അപ്പോൾ ജോൺ പോൾ പാപ്പ 2 ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു. ഫാത്തിമ സന്ദേശം അംഗീകരിച്ചു, വിശുദ്ധ ഫൗസ്റ്റീനയുടെ സ്വകാര്യ വെളിപാട് അംഗീകരിക്കുക മാത്രമല്ല, അത് കരുണയുടെ തിരുനാളായിട്ട് എല്ലാവരും ആഘോഷിക്കണമെന്ന് പറയുകയും ചെയ്തു. അത് ഫീസ്റ്റ് ഡേ ആഡ് ചെയ്യുകയും ചെയ്തു. കടുത്ത അധാർമികൻ തന്നെ. ഇനി നമ്മുടെ കൃപാസനം നമ്മൾ നോക്കുക. പരിശുദ്ധ അമ്മ ആലപ്പുഴയിൽ ജോസഫ് അച്ഛന് അവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കൃപാസനം ഈ ഒരു പിൽഗ്രിം സെൻറ്റർ വന്നതും ധ്യാന കേന്ദ്രവും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മാതാവിനെ പറ്റിയിട്ടല്ലേ നമ്മൾ കേൾക്കുന്നത്? ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ബേസിലല്ലേ അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്? അത് സഭയുടെ പുറത്തല്ലല്ലോ, രൂപതയുടെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പോൾ 365 ദിവസവും VP ജോസഫ് അച്ഛൻ കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നമുക്ക് നോക്കി അധികവും കാണാം. ഗ്വാഡലൂപ്പയിലായാലും ഫാത്തിമയിലായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവിടെയുള്ള പ്രത്യക്ഷപ്പെടുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബിഷപ്പിനോട് പറഞ്ഞ് ഇവിടെ ഒരു ചാപ്പൽ പണിയണം. അപ്പോൾ അങ്ങനെ ഇത് കേട്ട് ചാപ്പൽ പണിത് അവിടെ കുർബാന അർപ്പിക്കുകയും അവിടെ ആളുകൾ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതെല്ലാം കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമല്ലേ? കാരണം ചാപ്പൽ അവിടെ പണിയുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും, ഇതെന്ത് ചാപ്പലാണ്?
ഇപ്പോൾ തൊടുപുഴയിലെ ഡിവൈൻ മേഴ്സി, ഇത് ചിപ്പിക്ക് ദർശക ചിപ്പിക്ക് ലഭിച്ചതാണ്. അപ്പോൾ സ്വകാര്യ വെളിപാടിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ആയില്ലേ ഈ ചാപ്പൽ പണിയുമ്പോൾ? ഈ ചാപ്പൽ കാണുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഈ സ്വകാര്യ വെളിപാടാണ്. ഫൗസ്റ്റീനയാൾക്ക് ഈശോ കൊടുത്ത ചിത്രം കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച സ്വകാര്യ വെളിപാടാണ്. അപ്പം കടുത്ത ധാർമ്മികതയും ഗുരുതരമായ തെറ്റുമല്ലേ? ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ദിവ്യനാഥ വൈദികയോട് സംസാരിക്കുന്ന പുസ്തകം, നിരവധി ബിഷപ്പുമാർ ഇംപ്രമേത്തൂർ നൽകിയ പുസ്തകം, നിരവധി കർദിനാൾമാരും ബിഷപ്പുമാരും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയാണ് മരിയൻ മൂവ്മെൻറ്റ് ഓഫ് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബിഷപ്പുമാരും കർദിനാൾമാരെല്ലാം കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇനി ഒരിക്കലും സ്വകാര്യ വെളിപാട് പ്രഘോഷിക്കുന്നേ പാടില്ല എന്നാണ് ഇതിൽ ഈ വൈദികം പറയുന്നത്. പ്രഘോഷിക്കാൻ അത് ഗുരുതരമായ തെറ്റാണ്, പ്രഘോഷിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കിബ്ഹോയിൽ, അവർ ലേഡി ഓഫ് കിബ്ഹോ, സെഗദേശി എന്ന് പറഞ്ഞ ബാലനെടുക്കൽ പരിശുദ്ധ അമ്മ വന്ന് പറയുന്നു, പരിശുദ്ധമ്മ കാണിച്ചു കൊടുക്കുന്നു, ആഫ്രിക്കയിൽ ആ കിബ്ഹോയിൽ റുവാണ്ടയിൽ നടക്കാൻ പോകുന്ന വൻ കൂട്ടക്കൊല പരിശുദ്ധമ്മ കാണിച്ചു കൊടുക്കുന്നു. രക്തച്ചൊരിച്ചിലുകൾ അമ്മ കാണിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ബിഷപ്പിനെ അറിയിക്കാനും ഈ കൊച്ചിനോട് പറയുന്നു. അപ്പം ഇതിലെ ഈ വൈദികം പറയുന്ന കാര്യം, ആ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് സ്വകാര്യ വെളിപാടുകൾ നൽകപ്പെടുന്നത്, അതിൽ തെറ്റുകൾ പറ്റാം എന്നാണ്. അപ്പം ഇവിടെ അമ്മ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ വീട്ടിൽ അവനെ കഞ്ഞിയും അരിയും പയറും വാങ്ങിക്കാനുള്ള കാര്യമാണ് അമ്മ പറഞ്ഞു കൊടുത്തത്. അല്ല, ആ പ്രദേശം മുഴുവനും പിടിച്ചു കുലുക്കാൻ പോകുന്ന വൻ കൂട്ടക്കൊലയുടെ മുന്നറിയിപ്പാണ് പരിശുദ്ധമ്മ കൊടുത്തത്. മാതാവ് പറയണം, നീ പോയിട്ട് നിൻ്റെ ബിഷപ്പിനോട് ഇത് പറയണം. ഫാത്തിമയിൽ മാതാവ് വന്നിട്ട് 3 പിള്ളേരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ നല്ല ഇനം ആടുകളെ, കാരണം ഇടയ കുഞ്ഞുങ്ങളാണല്ലോ, നല്ല ഇനം ആടുകളെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നാണ് ഫാത്തിമയിൽ മാതാവ് പറഞ്ഞത്. ലോകം മുഴുവനും ബാധിക്കാൻ പോകുന്ന, അതായത് കമ്മ്യൂണിസ്റ്റ് റഷ്യ ലോകം മുഴുവൻ തിന്മ പടർത്തും എന്ന വലിയൊരു തെറ്റിനെ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ട ഒരു പരിഹാരമാണ് മാതാവ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ വൈദികം പറയുന്നു ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? അങ്ങനെ ഈ സെഗദേശ പോയി തൻ്റെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു, ഒരൊറ്റ കുഞ്ഞ് വിശ്വസിച്ചില്ല. വർഷങ്ങൾക്കുള്ളിൽ വൻ കൂട്ടക്കൊല, ലക്ഷക്കണക്കിന് ആൾക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു, സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ട് ഒരു വൻ, ഇന്നും നമ്മുടെ മാനവ ചരിത്രത്തിൽ മറക്കാനാവാത്ത ദിവസങ്ങളായിരുന്നു അത്. കൊന്നു 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 കുഴിച്ചു മൂടി. അതിനുശേഷം ആഫ്രിക്കയിലെ സഭ ഇത് അംഗീകരിച്ചു. അപ്പോൾ പരിശുദ്ധം ഇത് എന്തിനാണ്, അല്ലെങ്കിൽ ഈശോയോ ആരും ആയിക്കൊള്ളട്ടെ, ഇത് എന്തിനാണ് ഇത് തരുന്നത് എന്ന ചിന്ത പോലും ഇത് പറയുന്ന വൈദികർക്കില്ല എന്നുള്ളതാണ്. ഇതുവഴി ആ വ്യക്തികൾക്ക്, ഈ ദർശനം ലഭിക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. വൻ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരുപാട് സാധനങ്ങളാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഈ കാര്യം പറഞ്ഞിട്ട്? അപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല, ഇത് സ്വർഗത്തിൽ നിന്നും ഇതേ അമ്മയാണ് വന്ന് പറയുന്നത്. അപ്പം നമുക്ക് കേൾക്കാൻ പോലുള്ള മനസ്സിലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള വൈദികർ ഇതിനെ എതിർക്കുന്നു, ഇതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ റുവാണ്ട വീണ്ടും ആവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിലേറ്റവും ഒരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെ എതിർക്കുന്ന ആളുകൾ തന്നെ ഈ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ബ്രദർമാരോട് ചോദിക്കും, ബ്രദറെ ഈശോ എന്ത് പറയുന്നു എന്നെ പറ്റിയിട്ട്, ഈശോ എൻ്റെ മിനിസ്ട്രിയെ പറ്റി എന്ത് പറയുന്നു? സ്വകാര്യ വെളിപാടാണ്. എന്നാൽ ലോകത്തെ സംബന്ധിച്ചുള്ള വെളിപാട്, സ്വകാര്യ വെളിപാട് ഈശോയെ മാതാവ് കൊടുക്കും, അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ലോകം മുഴുവനെയും ബാധിക്കുന്ന വിഷയം പറയുമ്പോൾ ഒന്നും വേണ്ട, ഈ പറയുന്ന വൈദികൻ്റെ അടുക്കൽ തന്നെ ഇന്നേ ദിവസം രാത്രി പരിശുദ്ധ അമ്മയോ ഈശോയോ പ്രത്യക്ഷപ്പെട്ട പറയുകയാണ്, പറയപ്പെട്ട വൈദിക, നിൻ്റെ രൂപതയിൽ അല്ലെങ്കിൽ നിൻ്റെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡാം പൊളിയാൻ പോകും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു ഡാം തകർന്നു വീഴും, ഇത്ര മണിക്ക് സംഭവിക്കും, 1,00,000 കരുണക്കൊന്ത 24 മണിക്കൂറിനുള്ളിൽ ചൊല്ലിയാൽ ദൈവം കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? അതായത് ആ വൈദികൻ കൺവിൻസ്ഡ് ആണ്, ഇത് മാതാവ് തന്നെയാണ്, പൈശാചിക രൂപിയൊന്നുമല്ല, പരിശുദ്ധമ്മ തന്നെയാണ് എന്ന ബോധ്യം വന്നു. ഇത് നടക്കുന്നതായിട്ട് മാതാവ് ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം പൂർണ്ണ ബോധ്യമുള്ള മനസാക്ഷിയിൽ ഇത് ജെന്യൂൻ ആയിട്ടുള്ള അപ്പാരിഷനാണ്. എന്തായിരിക്കും വൈദികൻ ചെയ്യുക? എന്തു ചെയ്യും? സാധാരണ ഒരു വിശ്വാസം എന്താ ചെയ്യുക? ബിഷപ്പിനെ അറിയിക്കില്ലേ? വേണ്ടപ്പെട്ടവരെ അറിയിക്കില്ലേ? അപ്പം ഇവിടെ പോയി നമ്മുടെ ഈ കടുത്ത ധാർമ്മികതയും ഗുരുതരമായ തെറ്റും നമുക്കറിയാവുന്ന ആ വൈദികൻ തന്നെ, അദ്ദേഹത്തിന് അറിയാവുന്ന വൈദികരെല്ലാം വിളിച്ച് പറയത്തില്ലേ, ഇങ്ങനൊരു സംഭവമുണ്ട്, ജനലക്ഷങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടും, മരിക്കുന്നത് ഞാൻ കണ്ടു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പറയത്തില്ലേ? ഇതല്ലേ പരിശുദ്ധ അമ്മ പല സ്ഥലത്തും പറയുന്നുള്ളൂ. സ്വകാര്യ വെളിപാട് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നാണ്. അത് പേഴ്സണലാണ്,
നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഒരു നിർബന്ധവുമില്ല. നിർബന്ധമായിട്ട് വിശ്വസിക്കണമെന്നൊന്നുമില്ല. കാരണം തിരുവചനത്തിലൂടെ പബ്ലിക് റെവലേഷൻ കഴിഞ്ഞു, ഇത് പ്രൈവറ്റ് റെവലേഷനാണ്. നമുക്ക് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ വിശ്വസിച്ചാൽ നമുക്കൊരു കൃപ ലഭിക്കും, അത്രയാണ്. കരുണക്കൊന്ത ചൊല്ലുമ്പോൾ ഒരു ദണ്ഡവിമോചനമുണ്ട്, അത് ലഭിക്കുന്നു. കരുണയുടെ ഛായാചിത്രം വണങ്ങുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് പറയുന്നു, അത് ലഭിക്കുന്നു. കരുണയുടെ തിരുനാളിന് അന്ന് ദണ്ഡവിമോചനം കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ മാമോദീസയുടെ അതേ വരപ്രസാദം ലഭിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം സഭ തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി വെച്ചിട്ട് സൺഡേ, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന സൺഡേ ഇങ്ങനെയൊക്കെ ലഭിക്കുമെന്ന് സഭ തന്നെയാണ് പറയുന്നത്. ഇതൊന്നും വേണ്ട. 1917 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് 2017 സഭ എന്തിനാണ് 100ാമത്തെ വാർഷികം ഫാത്തിമയുടെ ആഘോഷിച്ചത്? എന്തിനാണ് ഫ്രാൻസിസ് പാപ്പ റഷ്യയെ വീണ്ടും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്? എന്തിനാണ് ഫ്രാൻസിസ് പാപ്പ പോർച്ചുഗലിൽ ഫാത്തിമയിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡിവിമോചനം വാഗ്ദാനം ചെയ്തത്? അപ്പോൾ കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമല്ലേ ഫ്രാൻസിസ് പാപ്പയും ചെയ്തിരിക്കുന്നത്? അപ്പോൾ സ്വകാര്യ വെളിപാടിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ വരുന്ന മറ്റൊരു ഡൗട്ടുണ്ട്. ഞാൻ കുമ്പസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് പ്രായശ്ചിത്തമായിട്ട് വൈദികര് തരുന്നത് ഒരു നന്മ നിറഞ്ഞ, ഒരു സ്വർഗസ്ഥനായ, അല്ലെങ്കിൽ 3 നന്മ നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു കരുണക്കൊന്ത ചൊല്ലാനൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, സോറി, ഞാൻ സ്വകാര്യ വെളിപാടിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ്, അച്ഛൻ ദയവ് ചെയ്ത് കടുത്ത അധാർമികനും ഗുരുതരമായ തെറ്റും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറരുത്, ഈ സ്വകാര്യ വെളിപാട് എന്നിൽ അടിച്ചേൽപ്പിക്കരുത്, സഭ പറയുന്നുണ്ട് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും കാര്യം? അപ്പോൾ ഇനി അടുത്തത്, സ്വകാര്യ വെളിപാട് വഴി മാത്രം കത്തോലിക്ക സഭയിൽ വിശുദ്ധിയാക്കിയൊരു വ്യക്തിയുണ്ട്, വിശുദ്ധ ഫിലോമിന. 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച വിശുദ്ധിയായ ഒരു പെൺകുട്ടി. ഈ കുട്ടിയെ പറ്റിയിട്ട് ജീവചരിത്രമൊന്നും അവൈലബിൾ അല്ല. എന്നാൽ മാർപ്പാപ്പ ഈ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കണം എന്നതിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾക്ക് ഈ വിശുദ്ധയുടെ ജീവചരിത്രം ദർശനത്തിൽ വെളിപ്പെട്ടു. അതാണ് നമ്മളിപ്പോൾ ഈ വിശുദ്ധ ഫിലോമിനയുടെ ചരിത്രമായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ സഭയിൽ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇനി ദൈവം എന്തിനാണ് ഈ സ്വകാര്യ വെളിപാടുകൾ നൽകുന്നത് എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഒന്നും നമ്മൾ ചിന്തിച്ച് നോക്കൂ. യഹൂദരെ സംബന്ധിച്ച പഴയ നിയമം മാത്രമേ അവർക്കുള്ളൂ. ഈശോ വരുന്നതിന് മുൻപ് പഴയ നിയമമേ അവരുടെ കയ്യിലുള്ളൂ. ഈ പഴയ നിയമം വെച്ചിട്ടാണ് 10-18 പ്രവാചകന്മാർ മിശിഹ വരുന്നു, രാജാതി രാജനായി വരുന്നു, കഴുത കുട്ടിയുടെ പുറത്ത് വരുന്നു, മിശിഹ കുരിശിൽ അവൻ്റെ എല്ലുകളൊന്നും നുറങ്ങപ്പെടുകയില്ല, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്ടാണ്, ഇങ്ങനെ പറഞ്ഞു വന്ന് മലാക്കി പ്രവാചകനിൽ പഴയ നിയമം കഴിഞ്ഞു. അവർക്ക് പിന്നെ പുതിയ നിയമമില്ല. പിന്നീട് 400 വർഷക്കാലം ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ രക്ഷകൻ വരുന്നു എന്നൊരു വാഗ്ദാനം കിടപ്പുണ്ട്. അപ്പോൾ ഈ രക്ഷകൻ വരാറായി എന്ന് ഈ 400 വർഷം കഴിഞ്ഞ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട ഇസ്രായേൽ ജനത്തിനുണ്ടെങ്കിൽ? 400 വർഷം പ്രവാചകന്മാർ വന്നിട്ടില്ല, ആത്മീയ ദാരിദ്ര്യത്തിലാണുള്ളത്. ഈ സമയത്ത് ഇവർക്ക് രക്ഷകൻ്റെ കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഈ സമയത്ത് ഈ യഹൂദ പുരോഹിതരിടക്കിലും യഹൂദ ജനത്തിനിടയ്ക്കിലും ഇതാ നിങ്ങൾ കാത്തിരുന്ന, നൂറ്റാണ്ടുകളായി നിങ്ങൾ കാത്തിരുന്ന, അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത, ആദിമ പർദീസയെ ദൈവം വാഗ്ദാനം ചെയ്ത മിശിഹ രക്ഷകൻ ഇതാ ജനിക്കാൻ പോകുന്നു എന്നോ, അറ്റ്ലീസ്റ്റ് ജനിച്ചു കഴിഞ്ഞു എന്നോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇടയിൽ ഈ രക്ഷകൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെന്നോ ആരെങ്കിലും പറയണ്ടേ? എന്നാലല്ലേ ഇസ്രായേൽ ജനത്തെ മനസ്സിലാകത്തുള്ളൂ ഇതാ രക്ഷകൻ വന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ട്. ആരാണ്? സ്നാപയോഹന്നാൻ വന്നിട്ട് പറയുകയാണ്, എന്നെ അയച്ചവൻ പറഞ്ഞു, പരിശുദ്ധാത്മാ ആരുടെ മേൽ വരുന്നു അവനാണ് ലോകരക്ഷകൻ. ഇതാ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ഇവനാണ് യേശുക്രിസ്തു, ഇവനാണ് മിശിഹ എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് സ്നാപയോഹന്നാൻ പറയുമ്പോൾ യഹൂദരെ സംബന്ധിച്ച് ഇത് സ്വകാര്യ വെളിപാടാണ്. കാരണം അവർക്ക് പഴയ നിയമേ ഉള്ളവരുടെ കയ്യിൽ. അപ്പം ഇതിൽ സ്നാപയോഹന്നാനെ പറ്റിയിട്ടില്ല. അവരുടെ പബ്ലിക് റെവലേഷൻ പൂർത്തിയായി. അവർ നോക്കുമ്പോൾ റാണി ജോണിനെ പോലെ, അക്കിത്തായിലെ സിസ്റ്റർ ആഗ്നസിനെ പോലെ, ഫാത്തിമയിലെ പെൺകുട്ടികളെ പോലെ ഇവിടെ ഒരു സ്നാപയോഹന്നാൻ വന്നിട്ട് തനിക്ക് സ്വകാര്യ വെളിപാട് ലഭിച്ചിരിക്കുന്നത്. എന്താണ് വെളിപാട് ലഭിച്ചത്? ദൈവത്തിനൊരു പുത്രനുണ്ട്. ആരാണ്? ഈ കാണുന്ന, ഞാൻ ആർക്കാണോ ജ്ഞാനസ്ഥാനം കൊടുക്കുന്നത് അവനാണ് ഇത് രക്ഷകൻ. അപ്പം യഹൂദരെ സംബന്ധിച്ച് ഇത് സ്വകാര്യ വെളിപാടായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷേ ഈ രക്ഷകൻ വന്നു എന്ന കാര്യം അറിയിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ ദൈവത്തിനെ കാണിച്ചു കൊടുക്കാൻ. അതുപോലെ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ ഈശോയും ശിഷ്യന്മാരും നിരന്തരം പറയുന്നു, അവൻ പോയതുപോലെ തിരിച്ചു വരും. അങ്ങനെ വെളിപാട് പുസ്തകം പുതിയ നിയമം കഴിഞ്ഞു, പബ്ലിക് റെവലേഷൻ കഴിഞ്ഞു, നമുക്കത് മാത്രം വിശ്വസിക്കാനുള്ള ബാധ്യതയുള്ളൂ. അപ്പോൾ വെളിപാട് പുസ്തകം കഴിഞ്ഞ് ഇന്ന് 2000 വർഷമായി. അപ്പോൾ രക്ഷകൻ വരാറായി
ഈ നൂറ്റാണ്ടിലാണ് വരേണ്ടതെങ്കിൽ, ഈ കാലഘട്ടത്താണ് വരേണ്ടതെങ്കിൽ രക്ഷകൻ വരാറായി എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? അന്ന് ഒന്നാം വരവിൽ സ്നാപയോഹന്നാനെ അയച്ചതുപോലെ രണ്ടാം വരവ് ആയി എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? അതാരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് പരിശുദ്ധി അമ്മ. അതാണ് 18, 19, 20, 21 നൂറ്റാണ്ടിൽ നാഷണൽ ജോഗ്രഫിക്കാർ തന്നെ കണക്കെടുത്തു. അവർക്ക് മാപ്പിൽ രേഖപ്പെടുത്താൻ പറ്റുന്നില്ല പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ. അവിടെ എല്ലാം അമ്മ പറയണതാണ്, എൻ്റെ പുത്രൻ്റെ രണ്ടാം വരവ് അടുത്തു, പ്രാർത്ഥിക്കുക, ഒരുങ്ങിയിരിക്കുക, പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, കൊന്തല്ലുക, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുർബാന അറ്റൻഡ് ചെയ്യുക, കുമ്പസാരിക്കുക, സഭയോട് ചേർന്ന് നിൽക്കുക. ഇതാണ് മാതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ രണ്ടാം വരവിന് വേണ്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധയമ്മ. അപ്പം നമ്മൾ പറയാണ് ഇത് കടുത്ത ധാർമ്മികതയും എന്താണ് മറന്നായല്ലോ ഗുരുതരമായ തെറ്റുമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഓടി നടന്ന് ഈ സ്വകാര്യ വെളിപാട് പ്രചരിപ്പിക്കുന്ന വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ അമ്മ ചെയ്യണത് കടുത്ത ധാർമ്മികതയും ഗുരുതരമായ തെറ്റുമാണെന്ന്? അതുകൊണ്ടായിട്ട് പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമുക്ക് ആർക്കും ബാധ്യതയില്ല വിശ്വസിക്കാൻ. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രശസ്തമായ ധ്യാന കേന്ദ്രത്തിലെ നല്ല വരങ്ങിലുള്ള ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, ആഷികെ വിത്തിൻ 7 days നിനക്ക് ഇങ്ങനൊരു സംഭവം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു, ഈശോ പറയുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എളിമയോടുകൂടി അത് സ്വീകരിച്ച് പ്രാർത്ഥിക്കാനേ ഞാൻ നോക്കുകയുള്ളൂ. ഞാൻ അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇതിൻ്റെ ദൈവശാസ്ത്രം നോക്കത്തില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള സ്വകാര്യ വെളിപാടുകളെ എതിർക്കുന്ന 2 ടൈപ്പ് ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത്. അൽമായർ വളരെ കുറവാണ്, അൽമാരുണ്ടെങ്കിലും ഈ 2 ടൈപ്പാണ് അവർക്കുണ്ടാവുക. ഒന്ന്, ജഡിക പാപത്തിൽ നിരന്തരം മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലോകത്തിന് അനുരൂപപ്പെട്ട് അടിച്ചുപൊള്ളി ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന വൈദികരെടുത്ത് പോയിട്ട് ഈശോ രണ്ടാമത്തെ വരുക എന്ന് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരാണ് ഇത് ഒന്നാമത് എതിർക്കുന്നത്. രണ്ടാമത്, ബുദ്ധിയുടെ തലത്തിൽ ഒരല്പം തിയോളജി അറിയാം, ഒരല്പം ദൈവശാസ്ത്രം നിങ്ങളെക്കാളും കൂടുതൽ എനിക്കറിയാം, എനിക്ക് ഡബിൾ ഡിഗ്രി ഉണ്ട്, ഡബിൾ PhD ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന വൈദികരും ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിയോളജി പഠിച്ചിട്ടുള്ള മുറി വൈദ്യരായിട്ടുള്ള ആത്മാരുമാണ് ഇതിനെ എതിർക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു ഉൽക്ക വീഴുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയമാണ്. കാരണം ദേ ആർ നോട്ട് പ്രിപ്പയർഡ്. അവർ പാപത്തിലാണ്, ജഡിക്ക പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് ഇത്ര വർഷങ്ങൾക്കുള്ളിൽ ഇന്ന ഈ ഒരു സംഭവം നടക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജ് പറയുന്നത്? ഞങ്ങൾ പേടിപ്പിക്കല്ലേ. പരീക്ഷയ്ക്ക് പഠിച്ചു പോകുന്ന കുട്ടിക്ക് പരീക്ഷയെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പഠിക്കാതെ പോകുന്നവനാണ് എപ്പോഴും ഭയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പബ്ലിക് റെവലേഷൻ പോലും യേശു ഏകരക്ഷകനാണെന്ന് എനിക്ക് ആരുടെയും തലയിൽ തോക്ക് ചൂണ്ടിയിട്ട് പറയാൻ പറ്റുമോ? വിശ്വസിക്കട എന്നില്ല. പബ്ലിക് റെവലേഷൻ പോലും സഭ ആരും നിർബന്ധിക്കുന്നില്ല വിശ്വസിക്കാൻ. പക്ഷേ ഒരു വിശ്വാസി നിർബന്ധമായിട്ട് വിശ്വസിച്ചിരിക്കണം എന്ന് മാത്രം. കുർബാന സ്വീകരിക്കുന്നതുകൊണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ടോ നീ പരിശുദ്ധ കുർബാന വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് തരുന്നതല്ല. അതെല്ലാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ അതിന് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുക, ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബത്തെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അധാർമികതയുള്ളതും ഏറ്റവും ഗുരുതരമായ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ, ഈശോയും മാതാവും നൽകിയിട്ടുള്ള ഇത്തരം സന്ദേശങ്ങളെ എതിർക്കുന്നതും ഇതിനെതിരെ അപവാദം പറയുന്നതാണ് ഏറ്റവും വലിയ അധാർമികതയും ഗുരുതരമായ തെറ്റ്. വിശ്വസിക്കാതിരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. കാരണം അത് ഓപ്ഷനുണ്ട്, നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ഇതൊക്കെ പൈശാചികമാണെന്നും ഇതിൽ മാനുഷിക എലിമെൻ്റ് കടന്നു വന്നോ അല്ലെങ്കിൽ പൈശാചികത ഉണ്ടോ എന്ന് നോക്കാനല്ലേ സഭയാകുന്ന ഫിൽട്ടർ. ഒരു രൂപത ഒരു കമ്മീഷനെ വെച്ച് പഠിച്ച് ഇതിൽ തെറ്റുകളൊന്നുമില്ല, പരമായ തെറ്റുകളില്ല, ഇമ്പർമേത്തൂർ നൽകുമ്പോൾ ആ ഇമ്പർമേത്തൂറിന് പോലും വിലയില്ല എന്നല്ലേ ഈ വൈദികം പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ആ ബിഷപ്പിന് ഇതിനെപ്പറ്റിയുള്ള അറിവില്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണം. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക, ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedictatur in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe ore.